ആടുജീവിതത്തിലൂടെ വിക്രം വീണ്ടും മലയാളത്തിൽ. വായനക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ബെന്യാമിന്റെ ആടുജീവിതം എന്ന ജനപ്രിയ നോവൽ ബ്ലസ്സി സിനിമയാക്കുന്നു എന്ന നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. കളിമണ്ണ് എന്ന വിവാദ ചിത്രത്തിന് ശേഷം ബ്ലസ്സി സംവിധാനം ചെയ്യാനിരുന്ന ആടുജീവിതത്തെക്കുറിച്ച് പിന്നെയൊന്നും കേട്ടില്ല. നായകനാകുന്നത് പൃഥ്വിരാജായിരിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ പൃഥ്വിയല്ല, ചെയ്യാൻ വിക്രമായിരിക്കും ബ്ലസ്സിയുടെ ആടുജീവിതത്തിലെ നായകനെന്ന് സൂചന. ഐയുടെ പ്രമോഷന് വേണ്ടി കൊച്ചിയിലെത്തിയ വിക്രം പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. വിക്രം മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്നായിരുന്നു ചോദ്യം. മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ ബ്ലസ്സി തമിഴിലും മലയാളത്തിലുമായി ഒരുക്കുന്ന ആടുജീവിതത്തിന്റെ ചർച്ചകൾ നടക്കുകയാണെന്നുള്ള സൂചന വിക്രം നൽകി. തിരക്കഥ പൂർത്തിയാക്കാത്തതിനാൽ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫിൽ ജോലി തേടിയെത്തി വഞ്ചിക്കപ്പെട്ട് വർഷങ്ങളോളം മണലാരണ്യത്തിൽ ആടുകൾക്കൊപ്പം കഴിയേണ്ടിവന്ന നജീബ് എന്നയാളുടെ ദുരാവസ്ഥയാണ് ആടുജീവിതം വരച്ചു കാട്ടുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അനുഭവകഥ ബെന്യാമിൻ നോവലാക്കുകയായിരുന്നു. ബ്ലസ്സിയുടെ ആദ്യ ചിത്രമായ കാഴ്ച തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നുവെന്നും നായകൻ വിക്രമായിരിക്കുമെന്നും ആദ്യകാലങ്ങളിൽ വാർത്ത വന്നിരുന്നു. പക്ഷേ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പിന്നീട് മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ ശ്രമം നടന്നതായി ഒരു അഭിമുഖത്തിൽ വിക്രം തന്നെ പറഞ്ഞിരുന്നു. അതും നടന്നില്ല. ആടുജീവിതം എല്ലാത്തിനും ഒരു പരിഹാരമാകും എന്ന് പ്രതീക്ഷിക്കാം.